ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതേ, നമ്മളിപ്പം കല്യാണത്തിന് മക്കളുടെ ആയാലും എല്ലാം കല്യാണത്തിന് നമ്മൾ ഒത്തിരി എമൗണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം മെയിനായിട്ട് ഇപ്പം ഒരു ന്യൂ ജനറേഷൻ കല്യാണം ആകുമ്പോൾ ഒത്തിരി എമൗണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ വലിയ വലിയ കല്യാണത്തിനൊക്കെ ലക്ഷങ്ങളായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, പണ്ടൊക്കെ നമ്മൾ കല്യാണം കൂടിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കല്യാണം കൂടിയത് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്, അതിൻ്റെ കൂടെ ഇതും കൂടെ പറയുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ ഓർമ്മയുണ്ടോ? ചെറിയ ഓലയൊക്കെ സൈഡിൽ വെച്ച് കെട്ടി ഓല പുരയിട്ടൊക്കെയാണ് കല്യാണ പന്തലൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കിട്ടുന്ന ഫുഡ് അറിയാമല്ലോ. ജിലേബി, കേക്ക്, മിച്ചറ്, ബിസ്ക്കറ്റ് ഉണ്ടാവും. പിന്നെ ഒരു കപ്പപ്പഴം എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും. പിന്നെ കൂൾ ഡ്രിങ്ക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു. ലഡു ഉണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ അറിയാം, കമൻ്റ് ഇടണം കേട്ടോ. അത് അന്നൊക്കെ കല്യാണം കൂടിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അന്നൊക്കെ സിമ്പിളായിട്ടാണ് നടക്കുന്നത് അല്ലേ. വീട്ടിൽ വെച്ചിട്ടായിരിക്കും മിക്കവാറും നമ്മൾ കല്യാണമൊക്കെ ഈ തലേ ദിവസത്തെ പാർട്ടി, ഇല്ലെങ്കിൽ പയ്യൻ്റെ വീട്ടിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞുള്ള പാർട്ടി എല്ലാം അവിടെ വച്ചിട്ടായിരിക്കും. അന്ന് കല്യാണ മണ്ഡപങ്ങളൊന്നും ഇല്ല. ഒത്തിരി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പൈസ ഉള്ള വലിയ ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആയിരിക്കും ചിലപ്പം മണ്ഡപങ്ങളിൽ ഒക്കെ വെച്ച് നടത്തുന്നത്. എല്ലാം നല്ല രസമായിരുന്നല്ലേ അന്നത്തെ കാലം. എല്ലാവരും ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടായിരിക്കും ഇതൊക്കെ കല്യാണം കൂടി ഇങ്ങനെയുള്ള പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്നത്. പക്ഷെ ഇപ്പോഴെല്ലാം എന്താണ്, നമ്മൾ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മണ്ഡപത്തിന് തന്നെ ഇപ്പോൾ റെൻറ്റ് എത്രയാണ്. ഇപ്പം ഒരു മണ്ഡപം സാധാ ഒരു നാട്ടിൻപുറത്ത് എവിടെയെങ്കിൽ തന്നെ ആണെങ്കിൽ 25,000 50,000 രൂപ ഇതാവും. പിന്നെ വന്നിട്ട് ഫുഡിന് ഇപ്പം പണ്ടത്തെ പോലെ കേക്ക് വന്നല്ലോ. ഒന്നിൽ എന്താണ് നെയ്ച്ചോറ്, ചിക്കൻ കറി, ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അത് വരുന്നല്ലേ. ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കല്യാണങ്ങളാണല്ലേ ഇപ്പോൾ. ശരിയാണ്, കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ നടത്തണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിതുണ്ട്, ഒരുപാട് ലക്ഷങ്ങൾ മുടക്കുന്ന സ്ഥാനം നമുക്ക് ചെറുതായിട്ട് ലഘുവായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അതുവഴി കുറേ എക്സ്പെൻസ് ഒഴിവാക്കി കിട്ടും. എന്ത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പറയാൻ കാരണം, നമ്മൾ ഒരു കല്യാണത്തിന് പൈസ കുറവായിട്ടുള്ളവരും ഇപ്പോൾ നാട്ടുകാർ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അത് വലിയ നമുക്ക് ആർഭാടമായിട്ട് നടത്തണമെന്ന് പറയും. പക്ഷേ നമ്മളെന്താ ചെയ്യും, നമ്മളെ കയ്യിലുള്ള പൈസ ആയിരിക്കുമല്ലോ അത് നമ്മൾ വീണ്ടും പലിശയ്ക്ക് കൊടുത്ത് വീട് പ്രമാണം കൊണ്ട് വെച്ചിട്ട്. പെൺകൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ശരിയാണ്, നമുക്ക് ഒരു മോളല്ലേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം നടത്തും. അതിനേക്കാളും മക്കളും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കല്യാണം നടത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് പൈസ കയ്യിലുണ്ടെങ്കിൽ ആ പൈസ കയ്യിൽ വെച്ച് ഞങ്ങൾക്ക് ഫ്യൂച്ചർ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒത്തിരി ചിലവുകൾ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെങ്കൊച്ചിനെ അയക്കുന്ന ഈ പെങ്കൊച്ചിന് തന്നെ നല്ല ചിലവുണ്ടാവും. ഇപ്പം അങ്ങോട്ട് ഇത് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പോകുമ്പോൾ അവർക്കില്ലെങ്കിൽ അത് ആഭരണങ്ങളായിട്ടോ എന്തെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കുകയോ, ഇല്ലെങ്കിൽ ക്യാഷായിട്ട് ബാങ്കിൽ ഇട്ടേക്കുകയോ. വെറുതെ 5-6 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരു പകൽ ഒരു കല്യാണത്തിനായിരിക്കും. എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോവും. എല്ലാം നല്ല ആർഭാടമായിട്ട്. പക്ഷേ ആൾക്കാർ അന്നത്തെ ദിവസം മാത്രമേ അത് ഓർക്കുന്നുള്ളൂ. പിന്നെ അത് ആരും അന്ന് ഒരാഴ്ച ഒരു ഇത് കാണുമല്ലേ, ഇന്നത് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു, ആർഭാടമായിട്ടുണ്ട്. കുറേ പേര് പറയും, എന്ത് കിട്ടാനാണ്, നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണും. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും എക്സ്പെൻസായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ കടം വരുത്താതെ എല്ലാം അത് നിർത്തി ചെയ്യാൻ നോക്കുക. പക്ഷേ എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് സിമ്പിളായിട്ട്, ഇപ്പം ചില ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, റെയറായിട്ട് വീഡിയോസ്, ഇപ്പം റീൽസ് ആയാലും ഇവിടെ വീഡിയോ കണ്ടിട്ടുള്ളൂ. ചെറുതായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി വീട്ടിൽ, അതൊരു കല്യാണമാണ്. അത് നമുക്ക് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വീട്ടുകാർ അംഗീകരിച്ച് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ആർഭാടമായിട്ട് നടത്തണമെന്നുമില്ല. അതും ചിലപ്പം ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അത് മസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടാവും, ഇല്ലേ പെണ്ണിൻ്റെ വീട്ടിൽ. അപ്പോൾ അത് നോക്കി കണ്ട് എത്ര എക്സ്പെൻസ്, ആ പൈസ കയ്യിൽ വയ്ക്കുമോ, കടമാക്കി
ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കാലമൊക്കെ ഇപ്പം നമ്മൾ ഈ ഒരു ദിവസം അല്ലെ 2 ദിവസം അല്ലെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ ഈ പൈസ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഒരു ടൈം വരും. അപ്പോൾ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ച പൈസ ആൾക്കാർ ഇതെല്ലാം മറക്കും. അവർ നേരെ വന്ന് പലിശക്കാരൻ വീട്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. ആ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് നടത്താൻ പറ്റും. നമ്മൾ ആരെയും നോക്കരുത്. ഇപ്പം മറ്റുള്ളവരെന്ത് പറയും, അയ്യോ എൻ്റെ മോളെ ഇങ്ങനെ നടത്തിയില്ലെങ്കിൽ ആരും ഒന്നും പറയില്ല, ആരും ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല. ഞാൻ മുന്നേയൊക്കെ വീഡിയോ പറയും പോലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാനൊരു കുറ്റം ചെയ്തെങ്കിൽ അതിൻ്റെ ഫുള്ള് ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും. അതിൻ്റെ മക്കളാരും എന്നുവെച്ചാൽ ഫൈനലി ആൾക്കാർ പറയുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. അന്ന് അവർ തിരിഞ്ഞ് പറയും, നിങ്ങളെന്തിനാന്ന് അത്രയും വെച്ചിട്ട് കയ്യിലുള്ളത് വെച്ച് നടത്തിക്കൂടെ എന്ന് ചോദിക്കും. നിങ്ങളില്ലാത്തത് എന്തിനാ കടം വാങ്ങിച്ച് നടത്താൻ പോയി? പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ പറയുന്നത്. ഇത് നല്ലതായിട്ട് എടുക്കുന്നെങ്കിൽ എന്നവരുണ്ടെങ്കിൽ കേട്ട് നല്ലതായിട്ട് തന്നെ എടുക്കാം. പണ്ടൊക്കെ കല്യാണമൊക്കെ സിമ്പിളായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ, അവരെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട്. ഇപ്പം തന്നെ സ്വർണം വാങ്ങാൻ പോലും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പാടാണല്ലേ. ഇപ്പം 70,000-75,000 രൂപ വരെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതൊക്കെ ആ കാശുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ സൈഡിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നതാണ്. ഇപ്പം ആ പൈസ നമുക്ക് ലക്ഷങ്ങൾ ചിലവഴിക്കണമെങ്കിൽ വേറെ ഒരു ആഹാരം കഴിക്കാൻ വഴിയില്ലാത്ത, ഇല്ലെങ്കിൽ ഒരു അനാഥാലയത്തിന് കുറച്ച് പൈസ, അവർക്ക് ഒരു ദിവസത്തെ ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്യുക. നമ്മൾ പോയി അന്നത്തെ ദിവസം ആ ഒരു അനാഥാലയത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കുക. എല്ലാവരും നിങ്ങൾ പോയിട്ട് അവിടെ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ദിവസം ഉച്ച ഭക്ഷണം കൊടുക്കുക. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. നമുക്ക് നല്ലതേ കിട്ടുള്ളൂ. അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ആ പൈസ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. വെറുതെ നമ്മൾ ആർഭാടമായിട്ട് ചെയ്യുന്നത്, നല്ല രീതിയിൽ ചിലവഴിക്കുന്നത്, ആലോചിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.